എല്ലപ്പാ എന്തിനും ഏതിനും ഏത് നാട്ടുകാരെ നോക്കി പഠിക്കണം എന്ന് നമ്മൾ പണ്ടേ പറയലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. അതാണ് ചൈന. ഇനി ഇത് ഈ നായിൻ്റെ പ്രശ്നത്തിനും ചൈന തന്നെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ ആരോ നമ്മളെ പഞ്ചായത്ത് മെമ്പർക്കും അവർക്ക് പേർക്കെല്ലാം അരജി കൊടുത്തിട്ട് ചോദിക്കുന്ന കേട്ട്, എന്ത് നമ്മളെ നാട്ടിൽ നായിൻ്റെ ശല്യം അത് കുട്ടികളെ അടങ്ങാറാക്കുന്നു, വലിയാളെ അടങ്ങാറാക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അരജി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കലല്ലാണ്ട് വലിയ മാറ്റമൊന്നുമില്ല. അതിനിതാ ഒരു മാറ്റം കാണിച്ചതിന് ചൈനക്കാർ കെട്ടിയിട്ടോ, കഴുത്തിന് കെട്ടിയിട്ടോ. അന്നേരം എന്താവുമെന്നറിയോ, അധികം രണ്ട് മുമ്പിലത്തെ കാലം കൊണ്ടോ അധികം ഓടാൻ കഴിയില്ല അതിന്. അപ്പം ഞമ്മക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്യാം. രണ്ടാമത്തത്, ഇതിങ്ങനെ അഥവാ അതിന് കാലിൻ്റെ മുകളിൽ നിന്ന് കഴിക്കണോ എന്നിട്ട് അങ്ങനെ വായിൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ ആ വായിൽ പിടിച്ച ആ ഇതും കൊണ്ട് വടിയും കൊണ്ട് വേറെ ആളെ കടിക്കാനും കഴിയില്ല. എങ്ങനെയുണ്ട് ബുദ്ധി? അവന്മാർ 4 മണിക്കൂറേ ഉറങ്ങും, എന്നിട്ട് ഇങ്ങനത്തെ എല്ലാം കണ്ടുപിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്തായി, ചൈനക്കാർക്ക് ഇപ്പം നായിനെയും പേടിയില്ല, ഒരു നായിൻ്റെ മക്കളെയും പേടിയില്ല. നമുക്കോ